ഇപ്പോൾ ഹാഷിമിന്റെ പിതാവ് ഹക്കിമിന്റെ പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രതികരണത്തിലേക്ക്. ഇന്നലെ 8:45 ഇവിടെ വന്നായിരുന്നു. ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇവിടെ വന്നതാണ്. വന്ന് തള്ളയുടെ നിന്ന് ചായയൊക്കെ മേടിച്ച് കുടിച്ച് കട്ടിലേക്ക് കയറി ഒന്ന് കടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഫോൺ കോൾ വരുന്നത്. അപ്പോൾ ഈ ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് എണീച്ച് ഇറങ്ങുമായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എവിടെ പോകുന്നത് ചോദിച്ചപ്പം വന്നു കഴിഞ്ഞിട്ട് വിവരം പറയാം. ഒന്നും പറഞ്ഞിട്ടില്ല. യാതൊരു ഇവൻ്റെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പോകുന്നതൊന്നും പറയത്തില്ല. ചെറുക്കൻ്റെ വീട്ടിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയത്തില്ല. എല്ലാം പുള്ളിയുടെ ഇഷ്ടം. ഒന്നും അറിയത്തില്ല സംഭവിച്ചെന്താണ്. ഇതൊക്കെ നമ്മൾ പിന്നെ അറിയുന്നത്. ഞങ്ങൾ വെളുപ്പാങ്കാലമൊക്കെ അപ്പോൾ അറിയുന്നത്. വേറെ ആൾക്കാർ വിളിച്ച് പറഞ്ഞൊക്കെ അറിയുന്നത്. ഒന്നും അതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. ഇവരെ ഒന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇവൻ്റെ കൂടെ ഉള്ള ഒരു ടീമിനെ നമുക്കറിയത്തേ ഇല്ല. എന്താ ഡ്രൈവർ, പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവറാണ്. ഇവിടെ ഭുവനേശ്വരി ദുർഗ ബസ്സൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഹരിശ്രീയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇന്നലെ രാവിലെ പോയിട്ട് വൈകിട്ട് 8:45 വന്നു. തള്ളയുടെ കൂടെ ചായയൊക്കെ മേടിച്ച് വരുമ്പോൾ ചായ വേണം കുടിക്കാൻ. ചായയൊക്കെ കുടിച്ച് കട്ടിലേക്ക് കയറി ഒന്ന് കടന്നപ്പോഴത്തേന് ഈ ഫോൺ കോൾ വന്നത്. ഒന്നുമില്ല. ഇവൻ്റെ ജീവിതത്തിൽ അവനെ അങ്ങനെ ചിന്തിക്കാനേ ഒക്കത്തില്ല. എന്ന് വെച്ചാൽ അത്ര സ്റ്റാമിന ഉള്ള ഇറക്കനെ. ഇവനെ വലിയ കാര്യമല്ല എല്ലാവർക്കും. ആർക്ക് എവിടെ ആപത്ത് ഇവിടെ കൊണ്ടുണ്ടല്ലേ അവരെ സഹായിക്കാനായിട്ട് മുൻപന്തി ചാടിയും പോകും. വണ്ടി എടുത്തുകൊണ്ട് പോകും. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവർക്ക് വേണ്ടി നല്ല സഹായങ്ങൾ ചെയ്യും. അതിനകത്ത് ഫൈനാൻസിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുവരെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാം സുഖം ആസ്വദിച്ചുകൊണ്ടേ പുള്ളി തൃപ്തിയായിട്ടൊക്കെ വരത്തുള്ളൂ. ഇവിടെ നമ്മളോട് ഇവിടെ ഒരാൾ വിളിച്ച് പറയുമായിരുന്നു, ഇന്നപോലെ ഒരു ആക്സിഡൻറ്റ് വണ്ടിയായിട്ട് പറ്റിയിട്ടുണ്ട്, അപ്പം ഹോസ്പിറ്റലില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിവരം അറിയുന്നത്. ഹാഷിമിന്റെ പിതാവ് ഹക്കിം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഹാഷിം സാധാരണ പതിവ് പോലെ വീട്ടിൽ വന്നു. അമ്മയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചു കിടന്നു. അതിനുശേഷം വന്ന ഒരു ഫോൺ കോൾ. പിന്നീടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നീട് സംഭവിച്ചതൊന്നും തങ്ങൾക്കറിയുന്നില്ല. വാർത്തകളിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞത്. മറ്റൊരു സൂചനകളും ലഭിക്കുന്നില്ല എന്നാണ് ഹാഷിമിന്റെ പിതാവ് ഇപ്പോൾ പറഞ്ഞത്. ശ്രീകുമാരൻ കൂടുതൽ വിവരങ്ങളുമായി അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചേരുകയായിരുന്നു. ഓടുന്ന കാറിൽ മൽപ്പിടുത്തം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അനുജ ഇരുന്ന ഭാഗത്ത് ഡോർ 2-3 പ്രാവശ്യം തുറന്നു. ഇതൊക്കെ തന്നെ ദൃക്സാക്ഷികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പട്ടാഴിമുക്കിലെ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനീഷ്, ഇപ്പോൾ ഹാഷിമിൻ്റെ പിതാവ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഹാഷിം മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്ന ഒരാളല്ല. മറ്റുള്ളവരെക്കാൾ അത്യാവശ്യം സഹായിക്കുകയും ഒക്കെ ചെയ്ത് ഒരു സാധാരണ ദിവസവുമായിരുന്നു അത്. അന്ന് അവിടെ നിന്ന് പോകുന്നതുവരെ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളുടെ ലക്ഷണങ്ങളോ അത്തരത്തിലൊരു മാനസികമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അനുഭവിക്കുകയോ അതൊന്നും, അത്തരം ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഹാഷിമിൻ്റെ പിതാവ് ഹക്കിം പറയുന്നത്. സ്മിത, നിലവിൽ ഹാഷിമിൻ്റെ വാപ്പ ഹക്കിമിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. മകന് നല്ല മനക്കരുത്തുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ മകൻ ഏർപ്പെട്ടിട്ടില്ല. ഒപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലടക്കം ഒരു കേസ് പോലും ഇല്ലാത്ത ആളാണ് ഹാഷിം. പക്ഷേ ഇന്നലെ രാത്രിയിൽ എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഇപ്പോഴും വീട്ടുകാർക്ക് വ്യക്തതയില്ല. ഇന്നലെ വൈകിട്ടൊരു ഫോൺ കോൾ വന്നു. ഫോൺ കോൾ വന്ന ശേഷം മകൻ ഉടൻ തന്നെ അമ്മയോട് പറഞ്ഞു മടങ്ങി വരാമെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ മകൻ മടങ്ങി വന്നില്ല. പിന്നീട് രാത്രി ഒരുപാട് വൈകിയ ശേഷമാണ് ഇത്തരത്തിലൊരു അപകടം നടന്ന വിവരം കുടുംബം അറിയുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ മകന് സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് ഹാഷിം. അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു തരത്തിലുള്ള സാഹചര്യമില്ല. നാട്ടിലെ ഏത് വിഷയത്തിലും മുന്നിൽ തന്നെ കാണും. ഏത് പ്രശ്നത്തിനും ആര് വിളിച്ചാലും ഏത് സമയത്തും എപ്പോഴും എത്തുന്ന ഒരാളാണ് ഹാഷിം. അത്തരത്തിലുള്ള അസന്മാർഗീയ പ്രവർത്തനങ്ങൾക്കൊന്നും പോകാത്ത ഒരാളാണെന്ന് കുടുംബവും നാട്ടുകാരും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ മറ്റു ചില വിവരങ്ങളാണ് പക്ഷേ അനൂജയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. മകൻ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനാണ്. ഡ്രൈവറായി ഏറെ നാളായി ജോലി ചെയ്യുന്ന ആളാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. മനക്കരുത്തുള്ള ആളായതുകൊണ്ട് നിലവിൽ മകൻ ആത്മഹത്യ ചെയ്യുമെന്ന് കുടുംബം ഒരു കാരണവശാലും വിശ്വസിക്കുന്നില്ല. എന്താണ് സംഭവിച്ചതാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കട്ടെ, വിവരങ്ങൾ അറിയട്ടെ. തങ്ങളും വിവരം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അനൂജയെ സംബന്ധിച്ചുള്ള വിവരങ്ങളെ സംബന്ധിച്ചും കുടുംബത്തോട് ചോദിച്ചു. പക്ഷേ അനൂജ ഒരു ഘട്ടത്തിലും അനൂജയുടെ പേരോ ഫോട്ടോയോ വിവരമോ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും കുടുംബത്തിന് അറിയില്ല. അനൂജയെ പരിചയമില്ല. അനൂജയെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും കുടുംബത്തിന് അറിയില്ല. ഇന്നലെ നടന്ന സംഭവങ്ങളെ പറ്റി അറിയില്ല. മകൻ ഇന്നലെ പോയ വിവരം മാത്രമേ അറിയൂ. പിന്നീട് മകനെ സംബന്ധിച്ചുള്ള മരണ വാർത്തയും അപകട വാർത്തയുമാണ് കുടുംബം അറിയുന്നത്. സ്മിത.
മനീഷ് മഹിപ്പാലാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ശ്രീകുമാരനാണ് അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.